ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ചാനലിൽ തന്നെ ഇപ്പോൾ കുറച്ച് അധികമായിട്ടുണ്ട് ഒരു ഈവനിങ് സ്നാക്ക് ഇട്ടിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ഇടുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിരിക്കണം എന്നൊരു ചിന്താഗതിയിലാണ് ഞാൻ ഇന്ന് ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായി വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പൊട്ടാറ്റോ ഷോർട്സ് ആണ്. പേര് കേട്ട് ആരും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചെയ്തെടുക്കാൻ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. പക്ഷെ ഇത് പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ കുറച്ച് മാറ്റം വരുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ റെസിപ്പിയിലോട്ട് കടക്കുന്ന മുൻപായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് അവളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പീസ് നിങ്ങൾക്കൊന്ന് ചേരും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനുള്ള ഒരു ബേസിന് വേണ്ടിയിട്ട് 3 ഉരുളക്കിഴങ്ങാണ് വേവിച്ചെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കർ അടച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ട് തന്നെ 2 ഫുൾ വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിലോട്ട് ആക്കി കൊടുക്കും. അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കൊരു 5 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം മാത്രമേ ഞാനിത് തുറക്കത്തുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ പൊട്ടാറ്റോ, അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങ് കുറച്ച് വലിപ്പമുള്ളതാണെങ്കിൽ ഈ 5 മിനിറ്റ് ഉള്ളത് ഒരു 1-2 മിനിറ്റ് കൂടുതൽ വെക്കേണ്ടി വരും. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് 2ആയിട്ടോ 3ആയിട്ടോ മുറിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ മുറിച്ച് വെക്കുവാണെങ്കിൽ 1 മാക്സിമം പോയ 2 വിസിൽ ഉരുളക്കിഴങ്ങ് ഉറപ്പായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ഒരു ബൗളിലിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കണം. അതായത് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാഷർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് ഉടച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സാധാരണ തവി ഉണ്ടെങ്കിൽ അതായാലും മതിയാവും. ഇനി ഉടച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ തരികളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ബാക്കി കുറച്ച് ചേരുവകളും കൂടി ചേർത്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ക്യാരറ്റ്, അതായത് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാളേൻ്റെ 1/4 ഭാഗം കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ബ്രെഡ് ക്രംസ് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ബ്രെഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 കഷ്ണം ബ്രെഡ് ഒന്ന് മുറിച്ച് വെറുതെ റഫായിട്ട് മുറിച്ചിട്ടാലും മതിയാവും. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസിലെ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു കൈപ്പിടി അളവിന് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് മുഴുവനായിട്ടുള്ള കുരുമുളക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ചാട്ട് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചാട്ട് മസാല ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് ഗരം മസാലയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചിക്കൻ മസാല പൊടിയായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ അവസാനമായിട്ട് ചേർത്തത് സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഉപ്പാണ്. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതായത് നമ്മൾ കട്ട്ലറ്റൊക്കെ റെഡിയാക്കി എടുത്തില്ലേ, അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ കുഴച്ച് നല്ല കട്ടിയായിട്ടുള്ള ഒരു ഡോ പോലെ ഒരു മിക്സ്ചറായിട്ട് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് ഇതിനി ബോൾസ് രൂപത്തിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സൈസും ഇതിൻ്റെ വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ തീരുമാനിക്കാം. ഇപ്പോൾ ഞാനിതൊരു മീഡിയം സൈസിലെ ബോൾസാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ എടുക്കുമ്പോഴേക്കും പെട്ടെന്ന് ഉരുട്ടിയെടുക്കാൻ സാധിക്കും. ഒട്ടും തന്നെ ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടാവത്തില്ല, കാരണം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ബ്രെഡ് ക്രംസ് ആണ് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഓരോ ബോൾസാക്കി ഉരുട്ടി നമുക്ക് പ്ലേറ്റിൽ എല്ലാം റെഡിയാക്കി വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിരിക്കുന്ന എരിവിൻ്റെ അളവെല്ലാം മാറ്റം വരുത്താം. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചി ആയതുകൊണ്ട് തന്നെ അവർ കഴിച്ചോളും. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, ഈ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള ബോൾസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബോൾസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കോൺഫ്ലവറിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് രൂപത്തിൽ ഒന്ന് കലക്കിയെടുക്കാം. അതുപോലെ തന്നെ ഈ കോൺഫ്ലവറിന് പകരം നമുക്ക് വേണമെങ്കിൽ മൈദപ്പൊടിയോ അല്ലെങ്കിൽ ആട്ട, അതായത് ഗോതമ്പ് പൊടിയാലും ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോൺഫ്ലേക്സ് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് ഉപയോഗിക്കുന്നത്. ഈ കോൺഫ്ലേക്സിന് പകരം നമുക്ക് വേണമെങ്കിൽ റസ്ക് പൊടിയോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആയാലും ഉപയോഗിക്കാം. നമ്മുടെ ചാനലിൽ തന്നെ നേരത്തെ ബ്രെഡ് ക്രംസിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു, അത് കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക.
ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ബോൾ എടുത്തിട്ട് നമ്മൾ കോൺഫ്ലവറിന്റെ പേസ്റ്റിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊന്ന് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന കോൺഫ്ലേക്സിന്റെ പൗഡറിലേക്ക് ഒന്ന് നന്നായി പൊതിഞ്ഞു കൊടുക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ കോട്ട് ചെയ്യുന്ന ഈ പ്രോസസ്സ് നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ പുറം ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുകയും ചെയ്യും, നല്ല ഉറപ്പും കിട്ടും. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് വേണമെങ്കിൽ ഇത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഒരു തവണ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ കോൺഫ്ലവർ പേസ്റ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് താഴെ കിടന്ന് തങ്ങി നിൽക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ബോൾസും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ബോൾസ് തയ്യാറാക്കിയതിന് ശേഷം നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 10 ദിവസം വരെ ഫ്രീസറിൽ വെച്ച് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ആവശ്യമുള്ളപ്പോൾ കുറച്ച് നേരത്തെ ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നോക്കിക്കോളൂ, ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ കിടന്നുകൊണ്ട് തന്നെ ഇത് തിരിച്ച് മറിച്ചു വിട്ട് നന്നായിട്ട് മുറിച്ചെടുക്കുകയും വേണം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിരിക്കുന്നത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്. ഈ ക്യാരറ്റിന് പകരം നമുക്ക് വേണമെങ്കിൽ ബീട്രൂട്ടോ അല്ലെങ്കിൽ ക്യാബേജ് ആയാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് എണ്ണയിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മാക്സിമം ഒരു 5-6 മിനിറ്റോ ഇതുപോലെ പൊരിച്ചെടുത്താൽ മതി. കാരണം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണല്ലോ. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് നമ്മൾ ഓൾറെഡി വേവിച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും അധികം വേകുന്നില്ല. ഇപ്പോൾ നോക്കിക്കോളൂ, ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ വറുത്ത് കോരിയെടുത്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും വറുത്ത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ചൊന്നും അവിടെ പൊരിഞ്ഞ് റെഡി ആവട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു സാൽസ അല്ലെങ്കിൽ ഇതൊരു ചട്നി രൂപത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലെ തക്കാളി ഞാൻ റഫായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കാനായിട്ട് ഈ പൊട്ടാറ്റോ ബോൾസിന് ഒരു സവാളയുടെ 1/4 ഭാഗമാണ് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ 1/4 ഭാഗം നമ്മൾ ഇപ്പോഴാണ് ചേർക്കുന്നത്. ഇനി അടുത്തായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലേക്ക് ഒരു കൈപ്പിടി അളവിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് എരിവിന് ആവശ്യമുള്ള ഒരു പച്ചമുളക് ചേർക്കുന്നുള്ളൂ. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് 4-5 അല്ലി ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ഇനി ഇതിന് ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ലൈമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ആദ്യം നമ്മൾ പൊട്ടാറ്റോ ബോൾസിന് 1 ടീസ്പൂൺ ചേർത്തായിരുന്നു. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് 1 ടീസ്പൂൺ കൂടി ചേർക്കുന്നത്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. അതായത് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ചതഞ്ഞ് ഒന്ന് യോജിപ്പിച്ച് കിട്ടിയാൽ മാത്രം മതി. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് ചേർത്തിട്ടില്ല. കാരണം നമ്മുടെ സവാള ഇതിനകത്ത് കിടന്നിട്ട് വെള്ളം കുറച്ചും കൂടി ഒന്ന് ഊറാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ എപ്പോഴാണ് സെർവ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രം ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതോടെ നമ്മുടെ പൊട്ടാറ്റോ ഷോട്ട്സ് എല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് അസംബിൾ ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയ സമയത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ എത്ര പെട്ടെന്ന് നമ്മൾ ചെയ്തത്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചല്ല ചേർത്തിരിക്കുന്നത്. ആ ഒരു സാൽസ തയ്യാറാക്കുന്ന സമയത്ത് മാത്രം ഞാൻ കുറച്ച് വെളുത്തുള്ളി ചേർത്തുന്നേ ഉള്ളൂ. അതും അരച്ചാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അധികം പണീൻ്റെ ആവശ്യമൊന്നുമില്ല. അതുമാത്രമല്ല ഇത് ഈവനിങ്ങിന് പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ്. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്തവർക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റിയ ഒരു ഷോർട്ട് കട്ട് കൂടിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പരീക്ഷിച്ച് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പീസ് നിങ്ങൾക്കൊന്ന് ചേരുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ റെസിപ്പി ഒന്ന് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഈ ഒരു റെസിപ്പി അവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇനി അടുത്തൊരു അത്യുഗ്രൻ റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.